കൂട്ടുകാരെ, ഇന്ന് പച്ച കപ്പങ്ങ വെച്ചിട്ടുള്ളൊരു അടിപൊളി പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പങ്ങ തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ചവ്വരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് അത് മാറ്റി വയ്ക്കണം. കപ്പങ്ങ അത് അരയ്ക്കുമ്പോൾ ഈ പാകത്തിനാണ് അരയ്ക്കേണ്ടത്. മഷി പോലെ അരച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 സ്പൂണ് നെയ്യ് ഒഴിക്കുക. ആ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ വഴന്നു വന്ന കപ്പങ്ങയിലേക്ക് നമ്മൾ ഇപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഈ നെയ്യിലും പഞ്ചസാരയിലും കിടന്ന് നന്നായിട്ട് വഴന്ന കപ്പങ്ങയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഈ സമയം ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കപ്പങ്ങയും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മധുരമെല്ലാം കപ്പങ്ങയിലേക്കും ചവ്വരിയിലേക്കും നന്നായി പിടിച്ചതിന് ശേഷം 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി വേവിച്ച് കുറുക്കിയെടുക്കുക. ഇതിലൊരു പ്രത്യേക ടിപ്പ് പറയാനുള്ളത്, ഏലക്കായോ ജീരകമോ പൊടിച്ച് ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ കപ്പങ്ങയുടെ തനതായ രുചി കിട്ടാതെ പോകും. പായസത്തിൻ്റെ രുചി തന്നെ മാറിപ്പോകും. ഈ കപ്പങ്ങ പായസത്തിന് അതിൻ്റേതായ രുചി കിട്ടാൻ മറ്റ് ഫ്ലേവറുകൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അല്പം കപ്പങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അല്പം ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കപ്പങ്ങ കൊണ്ടുള്ള അടിപൊളി പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.